ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ എന്നുള്ള യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗമായിട്ടുള്ള അമ്മമ്മ എന്ന് പറയുന്ന പാഠഭാഗവും അതുപോലെ തന്നെ ഇതിലെ യൂണിറ്റിൻ്റെ തുടക്കത്തിലുള്ള പ്രവർത്തനങ്ങളും പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് നേരെ യൂണിറ്റിലേക്ക് കിടക്കാം. 3ാമത്തെ യൂണിറ്റാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ 1ഉം 2ഉം യൂണിറ്റിൽ എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണണം. ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ എന്താ പറയുന്നത്? നക്ഷത്രങ്ങൾ അല്ലേ? നക്ഷത്രങ്ങളെ നമുക്കറിയാം അല്ലേ? അതെങ്ങനെയുള്ളതാണ്? ഹൃദയം തൊടുന്നതാണ്. അത്രയും നമ്മുടെ മനസ്സിനെ ഒരു വിസ്മയം കൊള്ളിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ അത്രയും സ്പർശനമേൽക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ നക്ഷത്രങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആളുകളെ ആയിരിക്കാം. നമുക്ക് എന്തായാലും വായിച്ചു നോക്കാം. ഇഫ് യു കാൺ ഫ്ലൈ ദെൻ റൺ, ഇഫ് യു കാൺ റൺ ദെൻ വാക്ക്, ഇഫ് യു കാൺ വാക്ക് ദെൻ ക്രൗഡ്, ബട്ട് whatever you do you have to keep moving forward. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? നിനക്ക് പറക്കാനാകില്ലെങ്കിൽ ഓടുക, ഓടാനാകില്ലെങ്കിൽ നടക്കുക, നടക്കാനുമാകില്ലെങ്കിൽ ഇഴയുക. എന്തു തന്നെ ചെയ്താലും മുന്നോട്ട് തന്നെ പോവുക. അപ്പം എന്താണ്? നടക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് പറക്കാൻ പറ്റിയില്ല എന്നൊന്നും പറഞ്ഞു കാര്യമില്ല. നിനക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതെന്താണോ അതുമായി നീ മുന്നോട്ട് പോവുക എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം ചോദിക്കുന്നുണ്ട്, ശുഭാപ്തി വിശ്വാസവും ജീവിത വിജയവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ചർച്ച ചെയ്യാനാണ് പറയുന്നത്. എന്താണ് ശുഭാപ്തി വിശ്വാസം? അതിലൂടെ എങ്ങനെയാണ് നമുക്ക് ജീവിത വിജയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയുക എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. എഴുതി നോക്കാം. ശുഭാപ്തി വിശ്വാസം എന്നത് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും നേരിടാനുള്ള മനോഭാവമാണ്. ഇത്തരം വിശ്വാസമുള്ളവർ പരാജയങ്ങളെ അവസാനമെന്നല്ല പഠനത്തിനു വേണ്ടി ഒരു പാഠമായി കാണുന്നു. അതുവഴി അവർ വീണ്ടും ശ്രമിക്കാൻ പ്രചോദനം നേടുന്നു. ജീവിത വിജയത്തിന് കഠിനാധ്വാനം, സഹനം, ആത്മവിശ്വാസം എന്നിവ അനിവാര്യമാണ്. ശുഭാപ്തി വിശ്വാസം ഈ ഗുണങ്ങളെ വളർത്താൻ സഹായിക്കുന്നു. പ്രശ്നങ്ങൾ വന്നാലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ ഇത് മനുഷ്യനെ ശക്തനാക്കുന്നു. അതിനാൽ ശുഭാപ്തി വിശ്വാസം ജീവിത വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ രണ്ടും തമ്മിൽ നല്ല ബന്ധമാണുള്ളത് എന്ന് നമുക്ക് പറയാം അല്ലേ? ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. കാലത്തിനൊപ്പം നടന്ന് മാറ്റങ്ങളെ നെഞ്ചേറ്റുമ്പോൾ അമ്മമ്മ എന്ന് പറയുന്ന ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. ഇന്ന് അമ്മമ്മ ഞങ്ങളുടെ പുത്തൻ വീട് കാണുവാൻ വരുന്നു. പട്ടണത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്താണ് ഞങ്ങളുടെ വീട്. ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഞാൻ ഈ 20 സെന്റ് ഭൂമി വാങ്ങിയത്. അതിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വീട് പണിയുവാൻ വേണ്ടി വീണ്ടും എനിക്ക് ചോര നീരാക്കേണ്ടി വന്നു. ഇരിപ്പുമുറിയും തീൻമുറിയും താഴത്തെ നിലയിലാണ്. മുകളിൽ 2 മുറികളുണ്ട്. പിന്നെ പ്രഭാതത്തിൽ സൂര്യോദയം കാണുവാനും സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം കാണുവാനും ഒരു സിറ്റൗട്ടും. അവിടെ ഇരുന്നാൽ കിഴക്കും പടിഞ്ഞാറും കാണാം. കുളിരും മഞ്ഞും വീഴുന്ന പ്രഭാതങ്ങളിൽ ഞാൻ എൻ്റെ കാശ്മീർ ഷാൾ പുതച്ചുകൊണ്ട് അവിടെ ഇരുന്ന് സൂര്യോദയം ദർശിക്കും. അന്നേരം അപ്പുറം കിടപ്പുമുറികളിൽ എൻ്റെ ഭാര്യയും 2 മക്കളും പുലർക്കാല സ്വപ്നങ്ങൾ കണ്ടു മയങ്ങുകയായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന ഒരു മുഹൂർത്തമാണ് അത്. അമ്മമ്മയ്ക്ക് എൻ്റെ വീട് കാണണ്ടേ എന്നാണ് ഞാൻ കാറുമായി വരേണ്ടത്. കഴിഞ്ഞ തവണ തറവാട്ടിൽ ചെന്നപ്പോൾ പട്ടണത്തിലേക്ക് വരുവാൻ ഞാൻ അമ്മമ്മയെ നിർബന്ധിച്ചു. അമ്മമ്മ ചെല്ലം മുന്നിൽ വെച്ച് മുറുക്കുവാനുള്ള വട്ടം കൂട്ടുകയായിരുന്നു. യാത്രക്കൊന്നും വയ്യ കൃപാകര, വീടിൻ്റെ ഒരു ഫോട്ടോ പിടിച്ചു കൊണ്ടുതന്നാൽ മതി. ഫോട്ടോ കണ്ടാൽ പോരാ, അമ്മമ്മ വന്ന് വീട് തന്നെ കാണണം. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാലം കുറയായി. ഒന്നിനും വയ്യ, വയസ്സ് 80 കഴിഞ്ഞു. ഇനി എന്തു കാണാനാ? കാണാനുള്ളതെല്ലാം ഇനി അങ്ങു ചെന്നിട്ട്. അമ്മമ്മ ആകാശത്തേക്ക് കണ്ണയച്ചു. അമ്മമ്മ ഒന്നും ബുദ്ധിമുട്ടേണ്ടി വരില്ല. കാറ് കൊണ്ടുവന്ന് പടിക്കൽ നിർത്താം. അമ്മമ്മ അതിൽ കയറി ഇരുന്നാൽ മതി. വീട് കണ്ട് തിരികെ പടിക്കൽ കൊണ്ടുവന്ന് കാറ് നിർത്താം പോരെ? അവസാനം അമ്മമ്മ സമ്മതം മൂളി. അവർ വെറ്റിലയുടെ ഞരമ്പുകൾ നുള്ളിക്കളയുകയും അഴക്ക ചുരുട്ടുകയും ചെയ്തു. മോനെ, ആ മിനി ഉരലിങ് എടുത്താട്ടെ. അവർ കോലായിലെ അരമതിലിന്മേൽ വെച്ചിരുന്ന അവരുടെ കൊച്ചു ഉരൽ ചൂണ്ടി കാണിച്ചു. ഞാൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. അവർ അടക്കയും വെറ്റിലയും അതിലിട്ട് ചതച്ചു. അമ്മമ്മയ്ക്ക് പല്ലില്ല. അമ്മമ്മ എവിടുന്നായി ഇംഗ്ലീഷ് വാക്കെല്ലാം പഠിച്ചത്? കൃപാകര, നിന്നെപ്പോലെ ഞാനും ബോംബെയും കൽക്കത്തയും ഒന്നും കണ്ടിട്ടില്ല. എന്നാലും ഈ അമ്മമ്മയ്ക്ക് കുറേശ്ശെ ഇംഗ്ലീഷ് എല്ലാം അറിയാം.
ഇടിച്ച വെറ്റിലടക്ക വായിലിട്ട് അവർ എന്നെ നോക്കി ചിരിച്ചു. ഊണ് കഴിഞ്ഞ ശേഷം ഞാൻ ഇറങ്ങാൻ പുറപ്പെട്ടു. അമ്മമ്മ തടുത്തു. ഇന്നിവിടെ പാർത്തിട്ട് രാവിലെ പോയാൽ മതി. എത്ര കാലം കൂടിയിട്ടാ ഇന്ന് നീ ഈ വഴി വന്നത്? ഇനി ഒരിക്കലാകാം. വീടിന്റെ പണി കഴിഞ്ഞില്ലേ? വാസന്തിയെയും കുട്ടികളെയും കൂട്ടി ഒരു ദിവസം ഞാനിവിടെ താമസിക്കാൻ വരുന്നുണ്ട്. അമ്മമ്മ പറഞ്ഞത് വാസ്തവമാണ്. നഗരത്തിൽ നിന്നു പെൻഷനായി വന്ന ശേഷം വീട് പണിയുടെ തിരക്കിലായിരുന്നു. ഇപ്പോഴോ ഒന്നു നേരെ ശ്വാസം വിടാൻ കഴിഞ്ഞുള്ളൂ. ഇറങ്ങുമ്പോൾ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു. അടുത്ത ഞായറാഴ്ച കാലത്ത് ഞാൻ വണ്ടിയുമായി എത്തും. അമ്മമ്മ ഒരുങ്ങിയിരുന്നോളണം. അമ്മമ്മക്ക് ഒരു റെഡ് കാർപ്പറ്റ് സ്വീകരണം നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. എന്നെ ഭൂതകാലത്തിന്റെ ഒരു തെളിഞ്ഞ ഓർമ്മയാണ് അവർ. ബാല്യകാലം നാടുവിടുന്നതുവരെയുള്ള തറവാട്ടിലെ ജീവിതം, അതിൻ്റെയെല്ലാം കണ്ണികളാണ് അവർ മടിയിലിരുത്തി പറഞ്ഞു തന്നിട്ടുള്ള എണ്ണമറ്റ കഥകളാണ് എൻ്റെ എളിയ ലോക വിജ്ഞാനത്തിൻ്റെ ഉറവിടം. അമ്മമ്മ എൻ്റെ വീട് കാണുവാൻ വരുന്ന ഈ അവസരത്തിൽ ഞാൻ അതെല്ലാം ഓർത്തുപോകുന്നു. നേരത്തെ നിശ്ചയിച്ചതുപോലെ ഞായറാഴ്ച കാലത്ത് ഞാൻ എൻ്റെ സ്നേഹിതൻ വാസുദേവൻ്റെ വണ്ടിയുമെടുത്ത് തറവാട്ടിലേക്ക് പുറപ്പെട്ടു. പട്ടണത്തിൽ നിന്ന് 12 നാഴികക്കല്ലാണ് ഞങ്ങളുടെ നാട്ടിൻപുറം. അടുത്ത കാലത്തായി അവിടെ വലിയ പരിവർത്തനങ്ങൾ വന്നതായി കാണാം. ഏതു വണ്ടിക്കും പോകാൻ സൗകര്യമുള്ള നിരത്തുകൾ, വൈദ്യുതി, സ്കൂള്, തപാലാഫീസ്. ഞാൻ ചെല്ലുമ്പോൾ അമ്മമ്മ തയ്യാറായി നിൽക്കുന്നു. കസവുമുണ്ടും ബ്ലൗസും ധരിച്ചിരുന്നു. ദൂരയാത്ര ചെയ്യുമ്പോൾ മാത്രമേ അവർ ബ്ലൗസ് ധരിക്കാറുള്ളൂ. നരച്ച തലമുടി വൃത്തിയായി കോതി വെച്ചിരിക്കുന്നു. കാലുകളിൽ ചെരുപ്പും. എങ്ങനെയുണ്ട് കൃപാകര? സുന്ദരിയായിട്ടുണ്ട്. അമ്മമ്മ പല്ലില്ലാത്ത വായ കാണിച്ചു ചിരിച്ചു. അവർ ചെല്ലം കയ്യിലെടുത്തു. എവിടെ പോകുമ്പോഴും അതവരുടെ കൂടെ ഉണ്ടാകും. അമ്മമ്മ കാറിൽ മുൻസീറ്റിൽ എൻ്റെ അരികിൽ ഇരുന്നു. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇതാരതാ വണ്ടി? ഒരു സ്നേഹിതൻ്റെ, വാസുദേവൻ എന്ന് പറയും. കൃപാകര, നിനക്കും വാങ്ങരുതോ ഒരു വണ്ടി? എനിക്കത്ര വലിയ മോഹങ്ങളൊന്നുമില്ലമ്മേ. നിനക്ക് ഒരു മാറ്റവുമില്ല. ആ പഴയ കൃപാകരൻ തന്നെ, അമ്മമ്മ ഒരു ചിരിയോടെ പറഞ്ഞു. വെയിൽ മൂക്കുന്നതിന് മുമ്പേ ഞങ്ങൾ പട്ടണത്തിലെത്തി. ഗേറ്റിൽ കാർ നിർത്തി. ഞാൻ ഹോൺ അടിച്ചു. വാസന്തിയും കുട്ടികളും ഓടി വന്നു. അവർ ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. അമ്മമ്മക്ക് കൃപാകരന്റെ പുത്തൻ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഡോറ് തുറന്നു കൊടുത്തു. അമ്മമ്മ താഴെ ഇറങ്ങി. കസവുമുണ്ട് മാറിൽ നേരെയിട്ട് എൻ്റെ പുത്തൻ വീടിനെ ആകെ ഒന്ന് നോക്കി. അമ്മമ്മക്ക് ഇഷ്ടമായോ? പുറമേ നിന്ന് നല്ല കാഴ്ച. ഉള്ളിലും കൂടി കണ്ടിട്ട് അഭിപ്രായം പറയാം. അമ്മമ്മക്ക് എന്തിനെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിന് ഞാൻ വളരെയധികം വില കൽപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് ക്രിസാന്തിതം കൂടി വേണം. ഞങ്ങളുടെ കൊച്ചു പൂന്തോട്ടം കണ്ടിട്ട് അവർ അഭിപ്രായപ്പെട്ടു. തോട്ടത്തിൽ നാടൻ പൂക്കളാണ് ഏറെയും. ചട്ടിപ്പൂക്കൾ മാത്രമല്ല, തറവാടിൻ്റെ കൂടാരപ്പൂവുകൾ കൂടി ഞാനവിടെ നട്ടു വളർത്തിയിരുന്നു. ഈ പൂക്കളെല്ലാം അമ്മമ്മയ്ക്ക് പഴഞ്ചനായി തോന്നിയിരിക്കണം. അകത്ത് കയറിയ അമ്മമ്മ ഒരു ഗ്ലാസ് തണുത്ത സ്കോച്ച് കുടിച്ചു. വീടാകെ നടന്നു കണ്ടു. അതിനുശേഷം മുകളിലെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ചെല്ലം കയ്യിലെടുത്തു. അന്നേരം ഞാൻ രഹസ്യമായി അവരുടെ മിനി ഉരൽ എന്ന പ്രയോഗത്തെക്കുറിച്ച് വാസന്തിയോട് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം അവൾ പൊട്ടിച്ചിരിച്ചു. പട്ടണത്തെ വിഹകമായി വീക്ഷിച്ചുകൊണ്ട് അമ്മമ്മ വിശദമായി ഒന്ന് മുറുക്കി. വീടിന് ചെലവെന്തായി? 1.25. ഇക്കാലത്ത് അതത്ര വലിയ തുകയൊന്നുമല്ല, അമ്മമ്മ നിസാരമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു തേങ്ങൽ ഉയർന്നു. ഈ 1.25 ലക്ഷത്തിനു വേണ്ടി ഒരു ആയുഷ്കാലം മുഴുവൻ ഞാൻ ചോര നീരാക്കി അധ്വാനിച്ച കഥ എനിക്കല്ലാതെ മറ്റാർക്കറിയാം? ഉച്ചയാകുന്നവരെ ഞങ്ങൾ അവിടെ ഇരുന്ന് പല കാര്യങ്ങളും സംസാരിച്ചു. നഗരങ്ങളിലെ വിശേഷങ്ങൾ അറിയുവാൻ അവർ പ്രത്യേകം താല്പര്യം കാണിച്ചു. കൃപാകര, നീ ഭാഗ്യവാനാ. നിന്റെ ലോകം കാണാൻ കഴിഞ്ഞല്ലോ. ഈ അമ്മമ്മ എന്തു കണ്ടു? ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു. അവിടെ തന്നെ കിടന്നു ചാവുകയും ചെയ്യും. എനിക്ക് ഒരു സങ്കടമേയുള്ളൂ, കുറേ യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അമ്മമ്മയെ ഞാൻ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം. കുറച്ച് കഴിയട്ടെ, നമുക്ക് മദിരാശി വരെ ഒന്ന് പോകാം. മദിരാശി കണ്ടിട്ട് എന്താ കാര്യം? കാണണമെങ്കിൽ ദുബായ് കാണണം. സത്യം പറയട്ടെ, അത് കേട്ടപ്പോൾ ഈ കൃപാകരൻ ഒരുങ്ങിപ്പോയി. അന്നേരം വാസന്തി വന്ന് ഞങ്ങളെ തീൻമുറിയിലേക്ക് ക്ഷണിച്ചു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അമ്മമ്മ വാഷ് ബേസിനരികിൽ ചെന്ന് മുഖം കഴുകി മേശയ്ക്ക് മുമ്പിൽ വന്നിരുന്നു. അവർക്ക് മേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു. എൻ്റെ സംശയം അസ്ഥാനത്തായിരുന്നു. അവരിൽ ഒരു പരിചയക്കുറവും കണ്ടില്ല. മേശ സമൃദ്ധമാണ്. വാസന്തി അവളുടെ പാചകവിരുത് മുഴുവൻ കാണിച്ച മട്ടുണ്ട്. നാടൻ മട്ടിലുള്ള ഒരു സദ്യയാണ് അവൾ ആദ്യം പരിപാടിയിട്ടത്. അമ്മമ്മക്ക് അതായിരിക്കും ഇഷ്ടമെന്ന ധാരണയാൽ ഞാനാണ് അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. മിടുക്കി. തീൻമേശയിൽ ഒരവലോകനം നടത്തിയിട്ട് അമ്മമ്മ വാസന്തിയെ അഭിനന്ദിച്ചു. അവർ ആദ്യം പ്ലേറ്റിൽ വിളമ്പിയത് നൂഡിൽസാണ്, പിന്നെ ചിക്കൻ ചില്ലിയും. ചോറോ സാമ്പാറോ കണ്ടതായി പോലും നടിച്ചില്ല. വാസന്തി എന്നെ നോക്കി കണ്ണുകൊണ്ട് ചിരിച്ചു. ഞാൻ എനിക്ക് പ്രിയപ്പെട്ട ചോറും മുരിങ്ങ സാമ്പാറും വയറു നിറയെ കഴിച്ചു. അമ്മമ്മ അത് ശ്രദ്ധിച്ചിരുന്നു. കൃപാകരന് ഒരു മാറ്റവുമില്ല, അല്ല മോളെ?
അവർ വാസന്തിയോട് ചോദിച്ചു. എന്നിട്ട് സോയാ സോസിൻ്റെ കുപ്പിയെടുത്ത് നൂഡിൽസുമേ ചരിച്ചു. ഇതൊക്കെ അമ്മമ്മ എങ്ങനെ പഠിച്ചു? ആര് പഠിപ്പിച്ചു? ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഇരിപ്പുമുറിയിൽ സ്ഥലം പിടിച്ചു. വീണ്ടും നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞിരുന്നു. അമ്മമ്മയ്ക്ക് ഉറക്കം വരുന്നെങ്കിൽ മുകളിൽ ചെന്നു കിടക്കാം. അല്പനേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഉച്ചക്ക് കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. നീ എന്തെങ്കിലും പാട്ട് വെക്ക്. ഞങ്ങളുടെ സ്റ്റീരിയോ സിസ്റ്റത്തിൽ നോക്കിക്കൊണ്ട് അമ്മമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ കോളേജിൽ പഠിക്കുന്ന എൻ്റെ മകൾക്ക് ഉത്സാഹം വന്നു. അവൾ ചോദിച്ചു, അമ്മമ്മയ്ക്ക് എന്താണ് കേൾക്കേണ്ടത്? സുബലക്ഷ്മിയുടെ കീർത്തനം വെക്ക്. ഞാൻ പറഞ്ഞു, അമ്മമ്മയ്ക്ക് അതായിരിക്കും ഇഷ്ടം. എനിക്കും എൻ്റെ കുടുംബത്തിനും ഏറ്റവും പ്രിയങ്കരമാണ് റിക്കാർഡാണ് അത്. 4 വരി കേട്ടപ്പോൾ അമ്മമ്മ കോട്ടുവായിടാൻ തുടങ്ങി. നിന്റെ അടുത്ത് വേറെ റിക്കാർഡൊന്നുമില്ല മോളെ. അമ്മമ്മയ്ക്ക് എന്താണ് ഇഷ്ടം? ഇംഗ്ലീഷ് വെക്ക്. അബ്ബയുണ്ടെങ്കിൽ അത് വെക്ക്. അവൾ അബ്ബയുടെ റിക്കാർഡ് പരതിയെടുത്തു വെച്ചു. മുറി സീരിയോ സംഗീതം ഉയർന്നു. ഹണി ഹണി ഹൗ യു ഡ്രിൽ മീ. അമ്മമ്മ തലയാട്ടി രസിച്ചു. റിക്കാർഡ് തീർന്നപ്പോൾ അവർ പറഞ്ഞു, ഒന്നും കൂടി വെക്കു മോളെ. മകൾ അനുസരിച്ചു. മുറിയിൽ വീണ്ടും അബ്ബയുടെ ശബ്ദം ഉയർന്നു. പാട്ടിന്റെ രസത്തിൽ അമ്മമ്മ ലോകമാകെ മറന്നതായി തോന്നി. എൻ്റെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. വൈകുന്നേരം വെയിൽ താണപ്പോൾ അമ്മമ്മ ഞങ്ങളോട് യാത്ര പറഞ്ഞു. ഞാൻ തന്നെ അവരെ തറവാട്ടിൽ കൊണ്ടുചെന്ന് വിട്ടു. തിരികെ തനിയെ വാറോടിച്ചു വരുമ്പോൾ ലോകമാകെ മാറിയതായി എനിക്ക് തോന്നി. നാട്ടിൽ നടക്കുന്ന വലിയ പരിവർത്തനങ്ങളെക്കുറിച്ച് അമ്മമ്മ എന്നെ ബോധവാനാക്കിയിരുന്നു. എം മുകുന്ദൻ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന ഒരു കൃതിയിൽ നിന്നും എടുത്തതാണ്. അപ്പോൾ ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന അമ്മമ്മയാണല്ലേ. പക്ഷെ അമ്മമ്മയുടെ കാഴ്ചപ്പാടുകൾ വളരെയധികം വ്യത്യസ്തമാണെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ആ ഒരു മോഡേൺ ചിന്താഗതിയും അതുപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ലോകത്ത് നടക്കുന്നത്, ആ പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അമ്മമ്മ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ തന്നെയാണ്. ഒരുപാട് യാത്ര ചെയ്യാനും ഇഷ്ടമാണ് അല്ലേ, ദുബായ് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം കാലവും കഷ്ടപ്പാടും എന്നതാണ്. മോനെ, ആ മിനി എടുത്താട്ടെ. കൃപാകര, നിന്നെ പോലെ ഞാൻ ബോംബെയും കൽക്കത്തയും ഒന്നും കണ്ടിട്ടില്ല. എന്നാൽ ഈ അമ്മമ്മയ്ക്ക് കുറേശ്ശെ ഇംഗ്ലീഷെല്ലാം അറിയാം. മദ്രാസ് കണ്ടിട്ട് എന്താ കാര്യം? കാണണമെങ്കിൽ ദുബായ് കാണണം. ഇംഗ്ലീഷ് വെക്ക്. അബ്ബയുണ്ടെങ്കിൽ അത് വെക്ക്. മാറുന്ന കാലത്തിനൊത്ത് സഞ്ചരിക്കാൻ തയ്യാറാകുന്ന വാർദ്ധക്യത്തിൻ്റെ പുതു കാഴ്ചപ്പാടാണ് അമ്മമ്മ അവതരിപ്പിക്കുന്നത്. മുകളിൽ കൊടുത്ത വാക്യങ്ങളും പാഠഭാഗത്തെ മറ്റു സന്ദർഭങ്ങളും വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പം അമ്മമ്മ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പുതു കാഴ്ചപ്പാടാണ് അവിടെ കാണിക്കുന്നത് അല്ലേ. ഗ്രാമത്തിലാണ് താമസിക്കുന്നത് എങ്കിലും പുതു കാഴ്ചപ്പാടുകളും പരിവർത്തനവും ഒക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അമ്മമ്മയുടെ ക്യാരക്ടറും എന്തൊക്കെയാണ് പാഠഭാഗത്ത് പറയുന്ന സാഹചര്യങ്ങളും എന്ന അടിസ്ഥാനമാക്കി നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം. എം മുകുന്ദന്റെ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന കഥയിലെ അമ്മമ്മ എന്ന കഥാപാത്രം മാറുന്ന ലോകത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന വ്യക്തിത്വമാണ്. മിനി ഉരൽ എന്ന പ്രയോഗം തന്നെ അമ്മമ്മയുടെ പരിഷ്കൃതമായ ഭാഷാശൈലിയുടെ തുടക്കമാണ് കാണാൻ കഴിയുന്നത്. മദ്രാശിയും കൽക്കട്ടയും കണ്ടിട്ടില്ല എങ്കിലും ഇംഗ്ലീഷ് എല്ലാം അറിയാമെന്ന് പറയുന്നതിലൂടെ പുതിയ ഭാഷയോടുള്ള അവരുടെ തുറന്ന സമീപനവും അറിവ് നേടാനുള്ള താല്പര്യവും കാണാൻ കഴിയുന്നു. പുതിയ കാലഘട്ടത്തിലെ വികസനങ്ങളെയും സാധ്യതകളെയും ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ദുബായിലാണ്. അതുകൊണ്ട് തന്നെ അത് കാണണമെന്നുള്ള അതിയായ ആഗ്രഹവും അവർ പ്രകടിപ്പിക്കുന്നു. ചോറും സാമ്പാറും പ്രതീക്ഷിച്ചിരുന്ന കൃപാകരനെ ഞെട്ടിച്ചുകൊണ്ട് നൂഡിൽസ്, ചിക്കൻ ചില്ലി, സോയാ സോസ് ചേർത്ത് കഴിക്കുന്ന അമ്മമ്മ പുതുതലമുറയുടെ രുചികളോടൊപ്പം സഞ്ചരിക്കാൻ പ്രാപ്തരാണെന്ന് കാണിച്ചു തരുന്നു. പരമ്പരാഗതമായ കീർത്തനങ്ങളെക്കാൾ അമ്മയുടെ ഇംഗ്ലീഷ് പാട്ടുകളോടാണ് അവർക്ക് ഇഷ്ടം. വാർദ്ധക്യത്തെ സന്തോഷകരവും ചടുലവുമാക്കാൻ ആധുനികമായ എന്തിനേയും സ്വീകരിക്കാൻ അവർ തയ്യാറാണെന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും ആധുനിക ലോകത്തെ വിസ്മയങ്ങളെയും വികസനങ്ങളെയും വീക്ഷിക്കാനും താല്പര്യമായ വ്യക്തിത്വമാണെന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പം അമ്മമ്മ എന്ന് പറയുന്നത് എങ്ങനെയുള്ളൊരു സ്വഭാവമാണല്ലേ, അവർ എങ്ങനെയൊക്കെയാണ് അതിൽ പറയുന്നത്. അവർ കൃപാകരൻ പ്രതീക്ഷിച്ചത് വേറൊരു അമ്മമ്മയായിരുന്നു, പക്ഷെ അവിടെ കാണാൻ കഴിഞ്ഞത് മറ്റൊരു അമ്മമ്മയാണ് നമുക്ക് പറയാമല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മളിവിടെ എഴുതി ചേർക്കേണ്ടത്. അടുത്ത പ്രവർത്തനം ചോദ്യോത്തരവേളയാണ്. അമ്മമ്മ എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ നിർമ്മിക്കുക. സംഘം തിരിഞ്ഞ് ചോദ്യോത്തര മത്സരം നടത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അമ്മമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നമുക്ക് അറിയാമല്ലേ. അപ്പോൾ അവരുടെ കഥാപാത്രം എങ്ങനെയാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഒരു 4 ചോദ്യങ്ങളും ഉത്തരവും നോക്കാം. നിങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുക. 1. നൂഡിൽസും ചിക്കൻ ചില്ലിയും കഴിക്കുന്നതിലൂടെ അമ്മമ്മയുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് എന്ത് സൂചനയാണ് ലഭിക്കുന്നത്? എന്താണ്
എന്താണ്? ഒരു തികഞ്ഞ മോഡേൺ വ്യക്തിത്വമാണെന്നതിൻ്റെ സൂചനയും പുതുതലമുറയുടെ രുചികളോടൊപ്പം സഞ്ചരിക്കാൻ താൻ പ്രാപ്തിയാണെന്ന് അമ്മമ്മ കാണിച്ചു തരികയും ചെയ്യുന്നു. 2. കൃപാകരൻ്റെയും അമ്മമ്മയുടെയും കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കൃപാകരൻ മധ്യവയസ്കൻ ആണെങ്കിലും ചിന്താഗതിയിൽ പഴമക്കാരനാണ്. ഒരു വീടുണ്ടാക്കാൻ ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ട് കൃപാകരൻ്റെ ആ കഷ്ടപ്പാടിനെ വളരെ നിസ്സാരമായി കാണുകയും മാറ്റങ്ങളെ വളരെ ലളിതമായി എടുക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് അമ്മമ്മ. രണ്ടുപേരുടെയും വ്യക്തിത്വം എതിർദിശയിൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. 3. ഇംഗ്ലീഷ് വെക്ക്, അബ്ബയുണ്ടെങ്കിൽ അത് വെക്ക് എന്ന അമ്മമ്മയുടെ മറുപടി അവരുടെ ഏതു മനോഭാവത്തെയാണ് കാണിക്കുന്നത്? ഭാഷയോടുള്ള സഹിഷ്ണുതയും മുൻവിധികൾ ഇല്ലാത്ത പെരുമാറ്റത്തെയും. 4. ഞാൻ അമ്മമ്മയെ മദിരാശിയിലേക്ക് കൊണ്ടുപോകാമെന്ന് കൃപാകരൻ പറഞ്ഞപ്പോൾ അമ്മമ്മയുടെ മറുപടി എന്തായിരുന്നു? എന്താ പറഞ്ഞ അമ്മമ്മ? മദിരാശി കണ്ടിട്ട് എന്താ കാര്യം, കാണണമെങ്കിൽ ദുബായ് കാണണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതായിരുന്നു അമ്മമ്മയുടെ മറുപടി എന്ന് നമുക്ക് എഴുതാം. അപ്പം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. കണ്ടെത്തി പ്രയോഗിക്കാം എന്നുള്ളതാണ്. അമ്മമ്മ ചെല്ലം മുന്നിൽ വെച്ച് മുറുക്കാനുള്ള വട്ടം കൂട്ടുകയായിരുന്നു. വട്ടം കൂട്ടുക എന്ന നാടൻ പ്രയോഗത്തിലൂടെ അമ്മമ്മയുടെ വെറ്റില മുറുക്കാനുള്ള തയ്യാറെടുപ്പിനെ സൗന്ദര്യാത്മകമായി അവതരിപ്പിച്ചത് കണ്ടല്ലോ. ഇതുപോലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടെത്തുക, അവയുടെ അർത്ഥം വിശദീകരിക്കുകയും പുതിയ സന്ദർഭത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുക. അപ്പോൾ വട്ടം കൂട്ടുക എന്നത് എന്താണ്? സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിലെ മറ്റൊരു പ്രയോഗമാണ് ഉരുക്കിപ്പോയി എന്ന് പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം അതിയായ സങ്കടം അല്ലെങ്കിൽ അത്ഭുതം കൊണ്ട് മനസ്സ് തളർന്നു പോകുന്ന അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. പത്രപ്രവർത്തകൻ്റെ ചോദ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ഉരുകിപ്പോയി. 2. ചുട്ട മറുപടി എന്ന് പറയാറുണ്ട് അല്ലേ. അർത്ഥം എന്താണ്? കൃത്യവും വ്യക്തവുമായ മറുപടിയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവൻ്റെ കുറ്റപ്പെടുത്തലുകൾക്ക് അവൾ ചുട്ട മറുപടി നൽകി. ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ്. അടുത്ത പ്രവർത്തനം ഉപന്യാസമാണ്. വാർദ്ധക്യം അവസ്ഥയാണ്, ശാപമല്ല. അവരെ ഒറ്റപ്പെടുത്തുകയല്ല, ചേർത്തു നിർത്തുകയാണ് വേണ്ടത്. വയോജനങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. വ്യക്തിഗതമായി തയ്യാറാക്കിയത് ഗ്രൂപ്പിൽ വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ സഹായത്തോടെ വിലയിരുത്തി മെച്ചപ്പെടുത്തുമല്ലോ. എന്തൊക്കെയാണ് സൂചനകൾ തന്നിട്ടുള്ളത്? വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ, കുടുംബ ബന്ധങ്ങളിലെ വിള്ളല്, പുതുതലമുറയുടെ കാഴ്ചപ്പാട്, ചേർത്ത് പിടിക്കലിൻ്റെ ആവശ്യകത, സമൂഹത്തിൻ്റെ മനോഭാവം, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഒരു ഉപന്യാസം തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് അത്തരത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കി നോക്കാം. വാർദ്ധക്യം ഒരു അവസ്ഥയാണ്, ശാപമല്ല. ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഘട്ടമായ വാർദ്ധക്യത്തിൽ എത്തുന്നവർ നമ്മുടെ സമൂഹത്തിന് ഭാരമല്ല, മറിച്ച് അനുഭവസമ്പത്തും ജ്ഞാനവും നിറഞ്ഞ അമൂല്യ സമ്പത്താണ്. എന്നാൽ ഇന്നത്തെ തിരക്കേറിയ ജീവിതശൈലിയിലും സ്വാർത്ഥത നിറഞ്ഞ സമൂഹഘടനയിലും വയോജനങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്നു. ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. വയോജനങ്ങൾ അവരുടെ യുവകാലത്ത് കുടുംബത്തിനും സമൂഹത്തിനുമായി നടത്തിയ ത്യാഗങ്ങളും പരിശ്രമങ്ങളും മറക്കാനാവില്ല. അവർ നൽകിയ സ്നേഹവും സംരക്ഷണവും മൂല്യബോധവും കൊണ്ടാണ് ഇന്നത്തെ തലമുറ വളർന്നത്. അതിനാൽ അവരെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ നൈതികവും സാമൂഹികവുമായ കടമയാണ്. ശാരീരിക ക്ഷീണവും ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക ഏകാന്തതയും അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ സ്നേഹവും കരുതലും അവർക്ക് അത്യാവശ്യമാണ്. വയോജനങ്ങളെ ഒറ്റപ്പെടുത്തുകയല്ല, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ആദരത്തോടെ കേൾക്കുകയും കുടുംബകാര്യങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും പങ്കാളികളാക്കുകയും ചെയ്യണം. ഇത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ജീവിതത്തോടുള്ള ആകാംക്ഷ നിലനിർത്തുകയും ചെയ്യും. സർക്കാരും സമൂഹവും ഒരുപോലെ വയോജന സംരക്ഷണത്തിന് മുൻഗണന നൽകണം. ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, വയോജന സൗഹൃദ സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തേണ്ടതാണ്. കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്ന പരിചരണവും സ്നേഹവുമായി വയോജനങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസം. അവസാനമായി വയോജനങ്ങളെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ മനുഷ്യസ്നേഹവും സംസ്കാരവും പുലർത്തുന്ന സമൂഹം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഉപന്യാസം എഴുതാം. ഇനിയും നമുക്ക് ഇതിൽ സൂചനയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ വലിയൊരു ഉപന്യാസമായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ഇതിലെ അവസാനത്തെ പ്രവർത്തനമാണ് മൊഴിമാറ്റം. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പ്രചോദിപ്പിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വായിച്ചല്ലോ. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന വാക്യം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക. എന്താ തന്നിട്ടുള്ളത്? സ്ട്രെങ്ത് ഡസ് നോട്ട് കം ഫ്രം വിന്നിങ്. വെൻ യു ഗോ ത്രൂ ഹാർഡ്ഷിപ്പ് ആൻഡ് ഡിസൈഡ് നോട്ട് ടു സറണ്ടർ, ദാറ്റ് ഈസ് സ്ട്രെങ്ത്. മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. അപ്പം എന്താ ഇവിടെ പറയുന്നത്? വിജയങ്ങളിൽ നിന്നല്ല കരുത്തുണ്ടാകുന്നത്. നിങ്ങൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും കീഴടങ്ങേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നുണ്ട്
ചെയ്യുന്നുണ്ടല്ലോ, അതാണ് യഥാർത്ഥ കരുത്ത്, മഹാത്മാഗാന്ധി. അപ്പോൾ ഇതാണ് ഈ ഒരു ഇംഗ്ലീഷിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിലെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.